ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള റൊത്താൻ പാസ് പോവുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ റൊത്താൻ പാസ് പോവുകയാണ്. ഇനി ഇവിടുന്ന് 50 കിലോമീറ്റർ റൊത്താൻ പാസ് ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്നോ കിട്ടും. കാരണം ഇന്നലെ സ്നോ ഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാനായിട്ട് ഞാൻ മാക്സിമം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇപ്പോൾ ഈ സ്റ്റേക്കേഷനൊക്കെ അറേഞ്ച് ചെയ്യുന്ന അസ്ലമാണ് ഞങ്ങളെ റൊത്താൻ പാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ റൊത്താൻ പാസ് കണ്ടിട്ട് വരാം. സെറ്റ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ സോളോൺ വാലി, റൊത്താൻ പാസ് ഇതൊക്കെയാണ് കാണാനുള്ളത്. മാക്സിമം ഞാനത് കവറപ്പ് ചെയ്യാൻ നോക്കാം. പിന്നെ സ്നോഫോൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. മഞ്ഞുണ്ടായാൽ മതിയായിരുന്നു അവിടെ. നോക്കട്ടെ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റൊത്താൻ പാസ് പോവുകയാണ്. റൊത്താൻ പാസ് പോകാനായിട്ട് ഇന്ന് സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇവിടെ കുറേ സ്ഥലത്ത് മഞ്ഞ് കുറേ ദൂരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റൊത്താൻ പാസിൽ എന്തായാലും മഞ്ഞുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കിട്ടിയ അത് ഞങ്ങളുടെ ബോണസ് പോയിൻ്റാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. സ്നോഫോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ബോണസ് പോയിൻ്റാണ്. പിന്നെ ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്ത അസ്ലമാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അടിപൊളിയായിട്ട് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വണ്ടിക്കാണ് ഞങ്ങൾ റൊത്താൻ കയറാൻ പോകുന്നത്. സെറ്റാവട്ടെ, ഞാൻ ബാക്കിലേക്ക്. സോ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ റൊത്താൻ പാസ് കാണാൻ പോയാണ്. പോയി റൊത്താങ്കിലും മഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. മഴ കിട്ടിയാലും സാരമില്ല, മഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. മൊത്തത്തിൽ ഒട്ടും തണുപ്പാണ് ഇവിടെ. എൻ്റെ ബാക്കിലൊക്കെ മഞ്ഞുമല നിങ്ങൾക്ക് കാണാൻ പറ്റും. മഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ മഞ്ഞ് കിട്ടി. ഇനി ഞാനൊരു നല്ല മന്ദിർ കണ്ടു, അത് കാണിച്ചു തരാവേ. ഓ തണുക്കണേ, നോക്കൂ. അയ്യോ തണുക്കണേ. പ്രതീക്ഷയെക്കാളും തണുപ്പുണ്ട്. എന്തോരം ചെമ്മരിയാടുകളാണ്.
തണുക്കുന്നുണ്ട്. ഈ വെള്ളമാണോ? അയ്യ തണുപ്പുണ്ട് കേട്ടോ നല്ല രീതിക്ക്. അല്ല ഇവിടെ വന്നിട്ട് തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ത് വിഡ്ഢിയാണ്. അമ്പലം ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഫൈനലി റൊത്താൻ പാസ് എത്തി. ഞാൻ റൊത്താൻ പാസ് കാണണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ റൊത്താൻ പാസ് എത്തി. റൊത്താൻ പാസിൻ്റെ ബോർഡ് അവിടെയുള്ളത്. ഫൈനലി റൊത്താൻ പാസ് കണ്ടോ? അവിടെ റൊത്താൻ പാസിൽ ബോർഡുണ്ട്. റൊത്താൻ പാസിൽ മഞ്ഞ് കണ്ടു. റൊത്താൻ പാസ് എനിക്ക് ഒട്ടും വിശ്വസിക്കാനുള്ള. ഞാൻ റൊത്താൻ പാസിൽ മഞ്ഞ് കണ്ടു. അങ്ങനെ മഞ്ഞ് എൻ്റെ ബാക്കിൽ മഞ്ഞാണ്. ഞാൻ റൊത്താൻ പാസിലാണിപ്പോൾ. ഒട്ടും പ്രതീക്ഷയില്ല ഇത് കേൾപ്പിക്കട്ടെ. വീഡിയോ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ കിട്ടുമെന്ന്. എൻ്റെ ബാക്കിൽ മഞ്ഞുമല നോക്കട്ടെ. റൊത്താൻ പാസിൻ്റെ ബോർഡ് സെറ്റ് മഞ്ഞ് ബോർഡ് വേണ്ട മഞ്ഞുമല. ഞങ്ങൾ റൊത്താൻ പാസിലെ മഞ്ഞുമലകൾ കടുത്തു കൂടെ നടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാം. നടന്ന് 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 നമുക്ക് പോകാം. ശരിക്കും സെപ്റ്റംബറിൽ മഞ്ഞാണല്ലേ കുറച്ച് പാടായിരുന്നു. പക്ഷെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റി. അങ്ങ് ദൂരെ നിറച്ചും മഞ്ഞ്. ഇതൊക്കെ ഇടയ്ക്ക് അവസ്ഥ നോക്കി. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നുണ്ട്, എന്നാലും തണുപ്പിനൊരു രക്ഷയില്ല. അവിടെ എന്താ സംഭവം കണ്ടോ? മഞ്ഞുമല, മഞ്ഞുമല. അവിടേക്ക് നല്ല മഞ്ഞുമലയുണ്ട്.
മഞ്ഞുമല. അങ്ങനെ നിങ്ങൾ ആ കാണുന്നത് മഞ്ഞുമലയാണ്. ഇനി എനിക്ക് നടക്കാൻ വയ്യ. ടോപ്പിൽ നല്ല മഞ്ഞുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മഞ്ഞ്. റൊത്താനിൽ ഫുൾ തണുപ്പാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്താൽ മതി. അസ്ലവും ആതിരയാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ അടൽ ടണൽ പോയിട്ട് അടൽ ടണൽ പോകണം, സൊനാൽ വാലിയും പോകണം. അതിൻ്റെ വീഡിയോസ് ഞാൻ നോക്കട്ടെ. എൻ്റെ കയ്യിൽ ചാർജ് കുറവാണ്. ഞാൻ വേണമെങ്കിൽ അടൽ ടണലിൽ പോകുന്ന വീഡിയോസ് ഇടാം. ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും കഴിക്കുന്നത്. മട്ടൻ ചാവൽ, ചിക്കൻ ചാവൽ കഴിച്ചിട്ട് വരാം. അടൽ ടണൽ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് സൊലാൽ വാലിയിലേക്ക് പോകണം. ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത് കുറവായിരിക്കും. ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. മൊത്തം ട്രാവലിംഗ് തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് 10 കിലോമീറ്റർ കണ്ടുണ്ട്. 9 പോയിന്റ് സംതിങ്. അത് നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടൽ പറയുകയാണ് ഗൈസ്. ഓ, ഇത് നൈസാണ്. एक बना दो कच्चा मैंगो डाल के. അപ്പോൾ അടൽ ടണലിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ സൊനാൽ വാലിയിലേക്ക് പോവുകയാണ്. ബായ്. അങ്ങനെ നമ്മൾ സൊനാൽ വാലിയിലെത്തിയിരിക്കുകയാണ്. ഈ കേബിൾ കാർ എടുത്ത് നമുക്ക് ഈ വണ്ടിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. സൊലാൻ വാലിയിൽ അതിന് ചായ കുടിച്ചു. സൊലാൻ വാലിയിൽ നമ്മൾ ടീ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നതാണ്. യെസ്, ചായ കുടിച്ചിട്ട് പറയാം. എന്തുണ്ട് വിശേഷം? നമ്മുടെ സുഹൃത്താണ് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. ഇത് നമ്മുടെ ഈ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. എപ്പോഴും തിരിച്ചു പോണേ? ഇന്ന് വൈകിട്ട് 9 മണിക്ക്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ യൂട്യൂബ് ചാനലും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പേര് പറഞ്ഞോ? ലൈഫ് ഓഫ് മരിയ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഫേസ്ബുക്കിൽ കാണുന്നവർ എന്തായാലും യൂട്യൂബിൽ കയറി ഒന്ന് നോക്കിക്കോളണം കേട്ടോ. പിന്നെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ഫ്രണ്ട് നിഫിൻ വ്ളോഗ്സിലെ നിഫിൻ എന്നെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. അവൻ മണാലിയിൽ ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ശരിക്കും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീലങ്ക, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗറാണ് നിഫിൻ. പിന്നെ നിഫിനാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേക്കേഷനൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ. വാബിസാവിയൊക്കെ സ്റ്റേക്കേഷനൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബസ് ഡൽഹിക്കുള്ളത് റിട്ടേൺ രാത്രി 9 മണിക്കാണ്. ഞങ്ങൾ തിരിച്ച് 6 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. അപ്പോൾ ഇനി അത്ര നേരം ഞങ്ങൾക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് സ്റ്റേ ചെയ്യുന്ന ബസ് എടുക്കാൻ പോകാമെന്ന് വെച്ചു. ഒരു 8 മണിയാകുമ്പോൾ വാബിസാവി തന്നെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് അധികം ലെങ്ത്തൊന്നും ഇല്ല വീഡിയോയ്ക്ക്. മാക്സിമം ഞാൻ കുറച്ചൊക്കെയാണ്
മഞ്ഞുമല കാണുന്നുണ്ടാവില്ലേ, ഇവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ നെക്സ്റ്റ് മന്തൊക്കെ നല്ല മഞ്ഞായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക. പിന്നെ ഞാൻ രാത്രി ബസ് കയറാൻ പോകുമ്പോൾ ഉള്ള വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നാളെ ഡൽഹിയിലുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അധികമില്ല, ഞാൻ റൊത്താൻ പാസ് പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടാസ്വദിക്കും. ബൈ.